എക്സാമിന ഫാമിലി ഹലോ ക്ലാസ് 4. അപ്പോൾ ഇതാ നമ്മുടെ മലയാളം എക്സാമിന് ഷുവറായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം കൊണ്ടാണ് മിസ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, മുഴുവനായിട്ട് കാണുക കേട്ടോ. നോക്കിക്കുക മക്കളെ, നമ്മുടെ മലയാളം എക്സാമിൻ്റെ മുൻ വർഷ പേപ്പറുകൾ നമ്മൾ നോക്കുമ്പോൾ കാണുന്നൊരു കാര്യമാണ്, ഈ ഒരു ചോദ്യം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഏതാണ് ചോദ്യം എന്നുള്ളത് മിസ്സിൻ്റെ ബാക്കിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ. ഏതാണ്? പോസ്റ്റർ നിർമ്മിക്കുക എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഈ ഒരു ചോദ്യം വരുമ്പോൾ എൻ്റെ കുട്ടികൾ എങ്ങനെ ചെയ്യണം എന്നുള്ളതും അതുപോലെ തന്നെ ഏതൊക്കെ ചോദ്യങ്ങളിലാണ് നമുക്ക് അല്ലെങ്കിൽ ഏതൊക്കെ വിഷയത്തിലാണ് ഈ ഒരു പോസ്റ്റർ നിർമ്മിക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യമാണ് വരാൻ പോകുന്നത് എന്നുള്ളതൊക്കെയാണ് മിസ് ഇത് പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ഏറ്റവും ചാൻസ് ഉള്ള കാര്യങ്ങളാണ് മിസ് പറയുന്നത്. നോക്കിക്കേ, കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ കഴിഞ്ഞു പോയിട്ടുള്ള എക്സാംസിലൊക്കെ കാണുന്നൊരു ചോദ്യമാണ് പോസ്റ്റർ നിർമ്മിക്കുക. അപ്പോൾ ഒരു വർഷം വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. നോക്കിക്കേ, പത്തായം എന്ന പാഠം പഠിച്ചു കഴിഞ്ഞപ്പോൾ നീണ്ടകര UP സ്കൂളിലെ കാർഷിക ക്ലബ് അംഗങ്ങൾ നെൽവയലുകൾ നികത്തി കെട്ടിടങ്ങൾ പണിയുന്നതിനെതിരെ പോസ്റ്റർ നിർമ്മിക്കാൻ തീരുമാനിച്ചു. ഇത്തരം ഒരു പോസ്റ്റർ നിങ്ങളും നിർമ്മിക്കൂ. ആവശ്യമായ ചിത്രങ്ങൾ ചേർക്കാൻ മറക്കരുത്. ഇത് നമ്മുടെ PYQ ക്വസ്റ്റൻ ആണ്. PYQ ആണ്, അതായത് കഴിഞ്ഞു പോയിട്ടുള്ള എക്സാമിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ. ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായില്ല, എന്താണ്? പത്തായം എന്നുള്ള പാഠം നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ് അല്ലേ. അപ്പം നെൽവയലുകൾ നികത്തുന്നതിനെ പറ്റിയിട്ട് നിങ്ങൾക്കറിയാം അല്ലേ, അത് നികത്താൻ പാടില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അപ്പോൾ ഇവിടെ എന്താണ്? നെൽവയലുകൾ നികത്തി കെട്ടിടങ്ങൾ പണിയുന്നതിനെതിരെയായിട്ടാണ് പോസ്റ്റർ നിർമ്മിക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ നെൽവയലുകളെ സംരക്ഷിക്കുന്നതിനെ പറ്റിയിട്ടാണ് അല്ലെങ്കിൽ അതിനെ നികത്തുന്നതിന് എതിരായിട്ടാണ് പോസ്റ്റർ നമ്മൾ എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? ആവശ്യമായ ചിത്രങ്ങൾ ചേർക്കാൻ മറക്കരുത്. നമ്മൾ ഒരു പോസ്റ്റർ നിർമ്മിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് മക്കൾ ശ്രദ്ധിക്കേണ്ടത്? അപ്പോൾ മിസ് പറഞ്ഞുതരാം, നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്യാം കേട്ടോ. യെസ്, നോക്കിക്കേ, ഒരു പോസ്റ്റർ ക്വസ്റ്റ്യൻ ആണ് എൻ്റെ കുട്ടികൾക്ക് വന്നിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളൊരു ബോക്സ് ഒക്കെ വരയ്ക്കണം കേട്ടോ. ഒരു ബോക്സ് ഒക്കെ വരയ്ക്കണം. പിന്നെയോ നമുക്ക് വിഷയം തന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ എന്താണ് വിഷയം? നെൽവയലുകൾ നികത്തി കെട്ടിടങ്ങൾ പണിയുന്നതിനെതിരെ. അപ്പോൾ നെൽവയലുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളത് എഴുതാം. അത് നെൽവയലുകൾ നികത്തരുത് എന്നുള്ളത് പറഞ്ഞിട്ട് എഴുതാം. ഇനിയോ അവിടെ അങ്ങനെ നിങ്ങൾ 2 പോസ്റ്റർ വാക്യം എഴുതി കഴിഞ്ഞാൽ പിന്നെ നോക്കേണ്ടത് എന്താണ്? ഇവിടെ ഒരു ചിത്രം വരയ്ക്കാം. ഓക്കെ, ഒരു ചിത്രം നിങ്ങൾ ഇതിന് അനുയോജ്യമായിട്ടുള്ളത്, അല്ലാതെ കുറേ പൂക്കളുള്ളതും പൂമ്പാറ്റകളുള്ളതും അങ്ങനെ നല്ല ഭംഗിയുള്ള ചിത്രങ്ങളൊക്കെ വരയ്ക്കാൻ നമുക്ക് അറിയുന്നുണ്ടാവും. പക്ഷെ അതല്ല നമ്മൾ വരയ്ക്കേണ്ടത് കേട്ടോ. നിങ്ങൾ നോക്കുക, വിഷയം ഏതാണ്, അതിന് യോജിക്കുന്ന തരത്തിലുള്ള ഒരു ചിത്രം കൊടുക്കുക. ഓക്കെ, അപ്പോൾ ബോക്സ് വരച്ചിട്ടുണ്ട്, പോസ്റ്റർ വാക്യം നിങ്ങൾ എഴുതിയിട്ടുണ്ട്, ചിത്രം നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് ഫുൾ മാർക്ക് തന്നെ കിട്ടും. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ചോദ്യത്തിന് ഇങ്ങനെ കൊടുക്കാം. ഇപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയില്ല, കുഴപ്പമില്ല. നിങ്ങൾക്ക് അതിന് അനുയോജ്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു ചിത്രം വരയ്ക്കാൻ അറിയുന്നുണ്ടാവും. ഉറപ്പായിട്ട് അത് ക്ലീനായിട്ട് നല്ല നീറ്റായിട്ട് ബോക്സൊക്കെ വരച്ച് എഴുതിയിട്ട് വരയ്ക്കാം കേട്ടോ. യെസ്, നെൽവയൽ സംരക്ഷിക്കൂ, ഭാവി രക്ഷിക്കൂ. നെൽകൃഷി നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. ഓക്കെ, ഇനി എന്താണ്? വയലുകൾ നികത്തരുത്, അത് ജീവന് ആപത്ത് അല്ലെങ്കിൽ അത് ഭാവിക്ക് ആപത്ത് എന്ന് പറഞ്ഞിട്ട് എഴുതാം. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് എഴുതാൻ പറ്റും. ഒരു ചിത്രവും വരയ്ക്കാം. ഒരു ബോക്സിലാണ് ഇതൊക്കെ കൊടുക്കേണ്ടത്. ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് നമുക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ് കേട്ടോ മക്കളെ. അപ്പോൾ നെൽവയലുകളെ സംരക്ഷിക്കുന്നതിന് അതിൻ്റെ ആവശ്യകത നിങ്ങൾക്ക് അറിഞ്ഞു വെക്കണം. അതുപോലെ തന്നെ ആ ഒരു ടോപ്പിക്കിൽ നമുക്ക് പോസ്റ്റർ പ്രതീക്ഷിക്കാം കേട്ടോ. പിന്നെ വരുന്ന എക്സാമിന് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് എന്താ? നെൽവയലുകളെ സംരക്ഷിക്കുന്നതിനെ പറ്റിയിട്ട് ഒരു പോസ്റ്റർ. അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്, ശക്തിയായ മഴയിൽ ഞാവൽക്കാട്ടിലെ തീ അണഞ്ഞു. പത്രവാർത്ത വായിച്ച കുട്ടനും ലൈലയും അച്ഛൻ്റെ അടുത്തെത്തി. അച്ഛാ, ഞങ്ങൾക്കു ഞാവൽക്കാട് കാണണം. ഓക്കെ, ഞാവൽക്കാട് കാണണം. അച്ഛൻ സമ്മതിച്ചു. അവർ കാട് കാണാൻ പോയി. അവിടെ നിന്ന ഞാവൽ ചെടികളിലൊന്ന് ശ്രദ്ധാപൂർവം പറിച്ചെടുത്ത് അവർ വീട്ടുപറമ്പിൽ കൊണ്ടുപോയി നട്ടു. വനം നശിപ്പിക്കുന്ന മനുഷ്യൻ്റെ പ്രവൃത്തി ക്രൂരം തന്നെ, ലൈല പറഞ്ഞു. ഓക്കെ, ലൈല പറഞ്ഞു. ഞാവൽ തൈ നട്ട ശേഷം കുട്ടൻ കാടു സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഉൾക്കൊള്ളുന്ന പോസ്റ്റർ തയ്യാറാക്കുകയാണ്. നിങ്ങളും ഈ ആശയം വരുന്ന ഒരു പോസ്റ്റർ തയ്യാറാക്കൂ. എന്താണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്? നേരത്തെ നെൽവയലിൻ്റെ ആയിരുന്നു അല്ലേ. ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? മരം നട്ടു വളർത്തുന്നതിൻ്റെ അല്ലേ, അല്ലെങ്കിൽ കാട് സംരക്ഷിക്കുന്നതിൻ്റെ കാട് സംരക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യമാണ് ഇവിടുത്തെ വിഷയം. ഓക്കെ, അപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ആദ്യം തന്നെ നോക്കേണ്ട കാര്യം എന്താണ് വിഷയം, എന്ത് വിഷയത്തിൻ്റെ പേരിലാണ് നമ്മൾ ഈ പോസ്റ്റർ തയ്യാറാക്കേണ്ടത് എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത് കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു, ബോക്സ് വരയ്ക്കണം, ചിത്രം വേണം, പിന്നെ 2 പോസ്റ്റർ വാക്യങ്ങളും എഴുതാം. ഇത്രയേ ഉള്ളൂ. ഓക്കെ, യെസ്. അപ്പോൾ ഇങ്ങനെ കൊടുക്കാം. ഒരു കാട്, കുറേ മരങ്ങളൊക്കെ നിൽക്കുന്നതിൻ്റെ ചിത്രം വരയ്ക്കാം. എന്നിട്ടോ, ഭൂമി നമ്മുടെ ഭവനം, കാടുകൾ അതിൻ്റെ ശ്വാസം. അപ്പോൾ നോക്കിക്കേ, അങ്ങനെ എഴുതി. കാടിൻ്റെ പ്രാധാന്യത്തിനെ പറ്റിയിട്ട് എഴുതാം. കാട് സംരക്ഷിക്കാം, ഭൂമിയെ രക്ഷിക്കാം.
ഈസി ആയിട്ട് നമുക്ക് മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ബോക്സ് വരയ്ക്കുക, ചിത്രം വരയ്ക്കുക, പിന്നെ അതിന് അനുയോജ്യമായിട്ടുള്ള എന്ത് ചെയ്യാം, 2 പോസ്റ്റർ വാക്യങ്ങൾ എഴുതാം. ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് നോക്കാം. ഇതും മുൻകാല ചോദ്യ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാരാചരണത്തിൻ്റെ ഭാഗമായി ഉദയപുരം സ്കൂളിലെ കുട്ടികൾ വ്യത്യസ്ത തരം പോസ്റ്ററുകൾ തയ്യാറാക്കി. ഓക്കെ, അപ്പോൾ വായന വാരാചരണം എന്നൊക്കെ പറയുമ്പോൾ വായനാ ദിനം എന്നാണ് എന്നുള്ള കാര്യം എല്ലാവരും ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ ഒന്ന് കോമൻറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, അതിലൊന്നാണ് ചിത്രത്തിൽ കാണുന്നത്. പോസ്റ്ററിൽ എന്തെല്ലാമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഇതുപോലെ വായനാ വാരാചരണത്തിന് ഉപയോഗിക്കാവുന്ന ഒരു പോസ്റ്റർ തയ്യാറാക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓൾറെഡി കൊടുത്തിട്ടുള്ള ഒരു പോസ്റ്ററാണിത്. കണ്ടല്ലോ, യെസ്, അക്ഷരം അഗ്നിയാണ് എന്ന് പറഞ്ഞിട്ട് എന്താണ് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ വായനാ വാരാചരണം എന്ന് വലുതായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ് എന്ന് മുതൽ എന്ന് വരെ എന്നുള്ള കാര്യം കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? യെസ്. ഇനി ഇതുപോലെ നമുക്ക് ഒരു പോസ്റ്റർ ഉണ്ടാക്കാം അല്ലേ? നമുക്കൊരു പോസ്റ്റർ ഉണ്ടാക്കാം. എങ്ങനെയാണ്? ആ ബോക്സ് വരച്ചു, ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, ഒരു നല്ല പുസ്തകം, ഒരു നല്ല സുഹൃത്ത് എന്നുള്ളതാണ് വലുതായിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ എന്താണ്? വായന വാരാചരണം എന്ന് മുതൽ എന്ന് വരെ എന്നുള്ള കാര്യം കൊടുത്തിട്ടുണ്ട്. കാരണം ഇതാണ് പരിപാടി അല്ലേ? വായന വാരാചരണമാണ് നടക്കുന്നത് നമ്മുടെ സ്കൂളിൽ. അപ്പോൾ അതറിയിക്കാൻ വേണ്ടി എന്തായാലും ആ ഒരു കാര്യം കൊടുത്തിരിക്കണം. ഓക്കെ, അപ്പോൾ ചിത്രമുണ്ട്, അറിയിപ്പുണ്ട്, അതായത് എന്ന് മുതൽ എന്ന് വരെ എന്നുള്ള കാര്യം, പിന്നെ ഒരു പോസ്റ്റർ വാക്യവും കൊടുത്തിട്ടുണ്ട്, ബോക്സ് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് എന്താണ്, ഫുൾ മാർക്ക് തന്നെ കിട്ടുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ പോസ്റ്റർ എന്ന് പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് വാങ്ങിക്കാനും അപ്പോൾ വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ആക്ടിവിറ്റിയാണ് കേട്ടോ, ഒരു പ്രവർത്തനമാണ്. അപ്പോൾ എല്ലാവർക്കും എന്തായാലും പോസ്റ്ററിന് ഫുൾ മാർക്ക് തന്നെ കിട്ടണം. മലയാളത്തിൽ ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യണം? നമ്മുടെ മലയാളം ലൈവ് ഉണ്ട് 7:30 രാത്രി. അപ്പോൾ കറക്റ്റായിട്ട് 7:30 ലൈവിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മലയാളത്തിന് മാത്രമല്ല ബാക്കി എല്ലാ സബ്ജക്റ്റിനും നമുക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും നടക്കുന്ന നമ്മുടെ ലൈവിലേക്ക് നിങ്ങൾ കറക്റ്റ് ടൈമിന് ജോയിൻ ചെയ്യുക. അപ്പോൾ എക്സാംസ് ഒക്കെ ആയിട്ട് വേഗം നമ്മുടെ ലൈവുകളൊക്കെ കറക്റ്റായിട്ടിരുന്ന് കാണുക. അതുപോലെ തന്നെ വീഡിയോസൊക്കെ കാണുക. ഫുൾ മാർക്ക് തന്നെ വാങ്ങിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുണ്ട്, ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മിസ്സിനോട് ഒന്ന് പറയാം കേട്ടോ കമൻറ്റ് ബോക്സിൽ എന്നാണ് വായനാ ദിനം എന്നുള്ള കാര്യം ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും കാണാം. താങ്ക്